ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുന്നു. ഇത് കണ്ടുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഈ അനധികൃതമായ കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള നടപടികളിലേക്ക് ഒരുങ്ങുന്നു. അപ്പോൾ ഇന്ത്യയിലും ഇതുപോലെ അനധികൃത കുടിയേറ്റക്കാരുണ്ട്, ബംഗ്ലാദേശികൾ. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയും ഈ ബംഗ്ലാദേശികളെ പുറത്താക്കാനുള്ള നടപടി തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപ് തുടക്കം കുറിച്ച് വിപ്ലവകരമായ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയവരെ മുഴുവൻ പുറത്താക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇപ്പം പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയതിന് ശേഷം അദ്ദേഹം ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഇന്ത്യയോട് വരെ പറഞ്ഞു 18,000-ഓളം അനധികൃത കുടിയേറ്റക്കാരിവിടെയുണ്ട്, അവിടെ നിന്ന് പുറത്താക്കണം. എന്തായാലും ഇങ്ങനെ ഇല്ലീഗലായിട്ട് അവിടെ വന്ന ആൾക്കാർ പിന്നീട് അവിടുത്തെ ഒരു നിയമത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ പെരുമാറുന്നതായിട്ട് അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പരാതിയുണ്ട്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ നിലപാടെടുത്തപ്പോൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ആ നിലപാടിലേക്ക് മാറുന്നത്. ആദ്യം കാനഡയായിരിക്കും ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുക. ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകളെ ഈ വർഷം തന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുന്ന ആളുകളെ അവർ രാജ്യത്തിന് പുറത്തേക്ക് എത്തിക്കും എന്ന് പറഞ്ഞാൽ ഡീപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോക രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എന്നും ഭീഷണിയാകുന്നത് അഭയാർത്ഥികളായിട്ട് അവിടേക്ക് എത്തുകയും പിന്നീട് അവർ സിറ്റിസൺഷിപ്പ് നൽകി കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടുത്തെ പൗരന്മാർക്ക് ഉപദ്രവകരമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കറിയാം ലോകമെമ്പാടുമുള്ള ഇസ്ലാം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നാണ് നിരവധി ആളുകൾ അഭയാർത്ഥികളായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് ചെല്ലുന്നത്. കാരണം മെച്ചപ്പെട്ട ജീവിത വ്യവസ്ഥ കിട്ടും. പിന്നെ മാത്രമല്ല തങ്ങളുടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന അജണ്ട പലയിടത്തും വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യമാണ്. അപ്പോൾ ലക്ഷ്യങ്ങൾ പലതാണ്. ഇതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഇപ്പോൾ ഫ്രാൻസിലുണ്ടായ പ്രശ്നം നമുക്കറിയാം. ഫ്രാൻസ് ഒരു വിശാലമായ മനസ്ഥിതി കാണിച്ചു, ധാരാളം ആളുകളെ അവിടേക്ക് സ്വീകരിച്ചു. അങ്ങനെ കുടിയേറ്റക്കാരെ എത്തിയ ആളുകൾ പിന്നീട് ഫ്രാൻസിൽ പ്രശ്നങ്ങളുണ്ടാക്കി, ബോംബ് സ്ഫോടനം ഉണ്ടാക്കുന്നു, ആളുകൾക്ക് നേരെ വെടിയുതിർക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് മുസ്ലിം ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകളെ ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇനി UK കാര്യം എടുക്കാം. നമുക്കറിയാം ഗ്രൂമിങ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഏതാണ്ട് 2 ലക്ഷത്തിലധികം പെൺകുട്ടികളെ, ഏതാണ്ട് 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികളെ ശാരീരികമായി ഉപയോഗിക്കുകയായിരുന്നു കുറച്ച് മുസ്ലിം തീവ്രവാദികൾ. എന്തിനാണ് അത് ചെയ്തതെന്ന് വെച്ചാൽ തങ്ങളുടെ ആശയം അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുക, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ലക്ഷ്യങ്ങൾ നടപ്പാക്കുക, ഇതായിരുന്നു ലക്ഷ്യം. അപ്പോൾ അതിനെതിരെ ആരും രംഗത്ത് വരുന്നില്ല. ഇതിൻ്റെ കാരണം അവിടെ കുടിയേറി പാർത്ത മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. പാകിസ്ഥാനിൽ ജനിച്ചു വളർന്ന ഏതാണ്ട് 13ഓളം പേരാണ് നിലവിൽ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ മേയർമാരായിട്ടുള്ളത്. അപ്പോൾ ഇവർക്കെതിരെ നടപടിയെടുക്കില്ലല്ലോ. ഇനി അടുത്ത രാജ്യം ജർമ്മനിയും ഈ കുടിയേറ്റക്കാരെ വലിയ തോതിൽ സ്വാഗതം ചെയ്തു. ഏറ്റവും ഒടുവിൽ ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാർക്കിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു 3-4 കുട്ടികൾ, ഒരായയും ഒപ്പം ഉണ്ടായിരുന്നു. അതുവഴി പോയ ഒരു അഫ്ഗാൻ പൗരൻ, അയാൾ 28 വയസ്സുകാരനാണ്. ഇയാൾ വെറുതെ അങ്ങോട്ട് ചെന്ന് ഒരു കുട്ടിയുടെ അടുത്തേക്ക് കത്തിയും കൊണ്ട് ചെല്ലുകയാണ്. പെട്ടെന്ന് ഈ കുട്ടികളെ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിച്ചു. പക്ഷേ വളരെ പെട്ടെന്ന് ആ കൊച്ചു കുട്ടിയുടെ കഴുത്തിലേക്ക് കത്തി കുത്തിയിറക്കി. എന്തിനാണ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. ഇത് കണ്ട് ഒരു ജർമ്മൻ പൗരൻ അത് തടയാനായിട്ട് ചെന്നു. 41 വയസ്സുകാരനാണ്, അയാളെയും കുത്തി വീഴ്ത്തി. അപ്പോൾ ഇത്തരത്തിൽ ആളുകളെ എന്തും ചെയ്യുന്ന, എങ്ങനെയോ ഉപദ്രവിക്കുന്ന കുറേ ആളുകളായിട്ട് മാറുകയാണ്. അപ്പം ഇയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അഫ്ഗാനിൽ നിന്ന് വന്നതാണ്, നജ്മുള്ള എന്നാണ് പേര്. 2021 കപ്പലിലോ ബോട്ടിലോ മറ്റോ കയറി അഭയാർത്ഥിയായിട്ട് ഇവിടെ എത്തി. എന്നിട്ട് അവിടുത്തെ പൗരനാകാനായിട്ട് അപേക്ഷ നൽകി. പക്ഷേ ആ രാജ്യം അത് റിജക്റ്റ് ചെയ്തു. പിന്നെയും ഇയാൾ അവിടെ കടന്നു. അപ്പോൾ ജർമ്മൻ ചാൻസലറായ ഒലാഫ് ഷോൾസ് ചോദിക്കുന്നു, ഈ രാജ്യത്ത് പൗരത്വം നൽകിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവനെ ഇവിടെ വെച്ചത്? ആരും അറിയാതെ ഈ നജ്മുള്ള ആ നാട്ടിൽ ഒളിച്ചു കഴിയുകയായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. അതായത് അവിടെ പൗരത്വം നൽകിയില്ലെങ്കിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ പലയിടങ്ങളിലും ഒളിച്ചു കഴിയുന്നു, ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്നു, പല മത സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് പോകുന്ന സിഖ് വംശജരുണ്ട്, അവർ ഈ ഖലിസ്ഥാൻവാദികൾ എന്ന് പറയും. അവർ കാനഡയിലേക്ക് എത്തുകയും പിന്നെ അവിടുന്ന് അമേരിക്കയിൽ എത്തുകയും ചെയ്തു. അവർ ഒളിച്ച് താമസിക്കുന്നത് ഈ ഗുരുദ്വാരകളിലാണ്. സിഖ് ഗുരുദ്വാര ഉണ്ടല്ലോ, അതുപോലെ തന്നെ സിഖുകാർ നടത്തുന്ന ഈ കഫ്റ്റേരിയകളിലൊക്കെയാണ്. അങ്ങനെ എല്ലായിടത്തും ഇത്തരത്തിലുള്ള ആളുകൾ, അതായത് സ്വന്തം രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ കൂടി വരികയാണ്. സ്വീഡൻ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ രാജ്യത്തേക്കും ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള ആളുകൾ ചെന്ന് കയറുകയും അവിടുത്തെ നിയമങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആളുകളെ ഇനി നമുക്ക് അക്കോമഡേറ്റ് ചെയ്യേണ്ട, ഇവരെ മുഴുവൻ ഡീപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ കണക്കെടുത്താൽ ഏതാണ്ട് 15 മുതൽ 20 ലക്ഷം വരെ ആൾക്കാരെ ഈ ഓരോ രാജ്യത്ത് നിന്നും പുറത്താക്കപ്പെടേണ്ടി വരും. ഇവർ എവിടേക്ക് പോകും? ഇവർ കുടിയേറ്റക്കാരാണ്, അഭയാർത്ഥികളാണ്, ഇവർക്ക് സ്വന്തമായിട്ട് രാജ്യമില്ല. അപ്പോൾ ഓരോ രാജ്യങ്ങളും പുറന്തള്ളുന്ന ആളുകളെ എവിടെ സ്വീകരിക്കാൻ അറിയത്തില്ല. ഒരുപക്ഷെ തെരുവിൽ അലഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഇതിലുണ്ടെങ്കിലും ഏറ്റവും അധികമുള്ള ജനസംഖ്യ മുസ്ലിം ഭൂരിപക്ഷമാണ്.
അവരാണ് സ്വന്തം ഐഡൻറ്റിറ്റി, അതായത് ഈ സ്വത്വമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തങ്ങളുടെ ആശയം മറ്റ് രാജ്യങ്ങളിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി, തങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിത സൗകര്യം വരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ലോകമെമ്പാടും ഇസ്ലാം ഭരണം എത്തണമെന്ന ലക്ഷ്യത്തോടു കൂടി ഓരോ രാജ്യത്തേക്കും ചെല്ലുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ അറിയാലോ, കാനഡ അല്ലെ അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി, ഇവിടെയൊക്കെ തന്നെ ജനസംഖ്യ കുറവാണ്, ഒരുപാട് ഭൂപ്രദേശമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ സ്വീകരിക്കുന്നത്. ഈ ന്യൂനപക്ഷക്കാർ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ അംഗീകരിക്കില്ല. ഇവർ ഇവരുടേതായ നിയമങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് പറയും ഞങ്ങളുടെ നിയമങ്ങൾ മത നിയമങ്ങളാണ്, അവിടുത്തെ പൗരന്മാരെ ഉപദ്രവിക്കും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഗാസ എന്ന് പറയുന്ന പട്ടണം നമ്മൾ പുനർനിർമ്മിക്കാൻ പോവുകയാണ്. ആ പുനർനിർമ്മിക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾ ഒഴിഞ്ഞു മാറണം, അല്ലെങ്കിൽ അതൊരു ശവക്കല്ലറ പോലെയാവും. കൂടാരം മാത്രമാണ്, സിമെൻറ്റിൻ്റെ അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ, ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് വേണം ഇവരെ പാർപ്പിക്കാൻ. ഇതിന് വേണ്ടിയിട്ട് ജോർദാൻ എന്ന് പറയുന്ന അയൽ രാജ്യത്തോടും ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തോടും നെതന്യാഹു സംസാരിക്കുന്നു. ജോർദാൻ രാജാവ് പറയുന്നു, അബ്ദുള്ള രാജാവ് അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ രാജ്യത്തേക്ക് ഇവരെ കൊണ്ടുവരാൻ പറ്റില്ല. മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്തേക്ക് പലസ്തീൻകാരായ ആളുകളെ വേണ്ടെന്ന് അവർ പറയുന്നു. അടുത്തത് ഈജിപ്തുകാരുടെ അടുത്ത് സമീപിച്ച പറഞ്ഞു, ഒക്ടോബർ 7 മുതൽ 1 ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായിട്ട് വന്നിരുന്നു. ഞങ്ങൾ അവർക്ക് അഭയം കൊടുത്തു. ഞങ്ങളുടെ നാട്ടിൽ അവർ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. ഈജിപ്റ്റ് എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രത്തിൽ അവിടേക്ക് ചെന്ന മുസ്ലിങ്ങൾ പ്രശ്നമുണ്ടാക്കി, അവർക്ക് വേണ്ട. ഇനി ഗൾഫ് കൺട്രീസ്, നമ്മൾ പറയുന്നില്ല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, മുഹമ്മദ് ബിൻ സൽമാൻ ഉൾപ്പെടെയുള്ള പുരോഗമന ആശയമുള്ള രാജാവ് ഭരിക്കുന്ന സ്ഥലം, തൊട്ടടുത്ത് ഖത്തർ, UAE, ബഹ്റിൻ, ഈ രാജ്യങ്ങളൊന്നും തന്നെ ഇവരെ സ്വീകരിക്കുന്നില്ല. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു ഒരേ നിലപാടെടുക്കുന്നു, ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ പാലസ്തീനിൽ നിന്ന് ആളുകളെ നിങ്ങളുടെ രാജ്യത്തേക്ക് താൽക്കാലികമായി താമസിപ്പിക്കണം, എന്നിട്ട് ഞങ്ങൾ ഗാസ വൃത്തിയാക്കി നല്ല ബിൽഡിംഗ് ഉണ്ടാക്കി നല്ല സിറ്റി ആക്കിയതിന് ശേഷം ഇവരെ തിരിച്ചു കൊണ്ടുവരാം. ഇവർ സമ്മതിക്കില്ല. കാരണം മുമ്പൊരിക്കൽ പലസ്തീൻ ഇതേ ആശയം മുന്നോട്ട് വെച്ചിരുന്നു. അന്ന് ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നത്തെ തുടർന്ന് അത് മുന്നോട്ട് പോയില്ല. അന്ന് പറഞ്ഞത് ഈ പലസ്തീൻകാരെ അവിടുന്ന് ഓടിച്ചിട്ട് ഇസ്രായേൽ ഗസയും വെസ്റ്റ് ബാങ്കും ഉൾപ്പെടെ പിടിച്ചെടുക്കാനാണ്. ഏതാണ്ട് അതിന് സമാനമാണ്. ഗസയും വെസ്റ്റ് ബാങ്കും ഉൾപ്പെടെയുള്ള ഈ പലസ്തീൻ്റെ പ്രദേശങ്ങൾ, ലെബനനിലെ പ്രദേശങ്ങൾ, സിറിയയിലെ കുറച്ച് ഭാഗങ്ങൾ, ഗോലോൻ കുന്നൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ ചേർന്ന് വിശാല ഇസ്രായേൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ നിലവിൽ ലെബനനിലെ കുറച്ച് ആളുകൾ സംഘടിച്ചു. എന്നിട്ട് പറഞ്ഞു ഇസ്രായേൽ സേന ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. ഇസ്രായേൽ സേന പോയില്ല. അവർ പ്രക്ഷോഭമായിട്ട് വന്നു. ഇസ്രായേൽ സേന വെടിവെച്ച് അവരെ കൊന്നു. 22 പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ പറഞ്ഞത് ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയിൽപ്പെട്ട ആളുകളാണ്, അവരെയാണ് ഞങ്ങൾ കൊന്നത്. സ്വന്തം മതത്തിൽപ്പെട്ട, സ്വന്തം വിശ്വാസങ്ങളിൽപ്പെട്ട ആളുകളെ ഇസ്ലാം മത വിശ്വാസികൾ കൂടുതലുള്ള രാഷ്ട്രങ്ങൾ പോലും സ്വീകരിക്കുന്നില്ല. പിന്നെ എന്തിനാണ് യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിക്കുന്നത്? അപ്പോൾ ഇത്രയും നാളായിട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ എന്താ പറയുന്നത്, ക്ഷമാപൂർവമായ സമീപനമല്ലേ കാഴ്ചവെച്ചത്? അതെ, തീർച്ചയായിട്ടും. അഭയാർത്ഥികൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും പലപ്പോഴും പരിഹരിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് പോയതിനിടയ്ക്ക് അല്ലേ അമേരിക്ക ഇത്തരത്തിലൊരു നിയന്ത്രണവുമായി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിപ്ലവകരമായ മാറ്റവുമായി വന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള കുടിയേറ്റക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം ഇന്ത്യക്കാരെ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ആ പ്രശ്നങ്ങൾ, നുഴഞ്ഞു കയറുന്ന കുടിയേറ്റക്കാർ പലപ്പോഴും തീവ്രവാദികളാകുന്നു, പലരെയും കൊല്ലാനുള്ള അവസ്ഥയിലേക്ക് വരെ പോകുന്നു, ട്രെയിനുകളിൽ അട്ടിമറികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇവരാരാണ്, എന്താണ്, ഇതൊന്നും നമുക്കറിയില്ല, കൃത്യമായ രേഖകളില്ലാതെ വരുന്നവരാണ്. അപ്പോൾ ഇവരെയൊക്കെ നിയന്ത്രിക്കേണ്ടതിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു നല്ല തീരുമാനത്തിനാകും ഡൊണാൾഡ് ട്രംപ് തുടക്കം കുറിച്ചത്. അത് ഇന്ത്യയിൽ കൂടി പ്രാവർത്തികമായാൽ ഇന്ത്യ കുറച്ചുകൂടി സുരക്ഷിതമാകുമെന്ന് തോന്നുന്നു. 2 മുതൽ 3 കോടി വരെ ബംഗ്ലാദേശികളാണ് ഇന്ത്യയിൽ താമസിക്കുന്നത് അനധികൃതമായിട്ട്. ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ രാജ്യങ്ങളും ഈ നിലപാടെടുത്താൽ ഇന്ത്യക്കും എടുക്കാം. അപ്പോൾ 2 മുതൽ 3 കോടി വരെ ആളുകളുണ്ടെങ്കിൽ മുഴുവൻ പേരെയും കണ്ടെത്താൻ പറ്റില്ല, പക്ഷേ പകുതി പേരെങ്കിലും തിരിച്ചുവിടാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചുവിട്ടാൽ ഇന്ത്യയിലെ വിഭവങ്ങൾ നമ്മുടെ പൗരന്മാർക്കായിട്ട് ഉപയോഗപ്പെടുത്താം. നമ്മളിതെല്ലാം തന്നെ ഷെയർ ചെയ്തു പോകല്ലേ. മാത്രമല്ല ഇത്തരത്തിൽ അനധികൃതമായിട്ട് വരുന്നവർക്ക് ആധാർ കാർഡും മറ്റ് രേഖകളും കൃത്രിമമായി നിർമ്മിച്ച് നൽകുന്ന ആളുകളെയൊക്കെ പിടികൂടാൻ പറ്റും. CPM-ഉം തൃണമൂൽ കോൺഗ്രസും ചെയ്ത കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു വീഴും. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത്, കൊലപാതകം അടക്കമുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത്. ഇവരെ എല്ലാം തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ സാധിക്കും. മാത്രമല്ല പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന അജണ്ട വെച്ചുകൊണ്ടാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇവർ കുതിച്ചു കയറുന്ന ഈ ഇസ്ലാം മതവിശ്വാസികൾ. അതുകൊണ്ടാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളിലും ഒക്കെ കൂടെ ഈ സംഭവം നമ്മൾ തിരിച്ചറിഞ്ഞത്. ഈ പലസ്തീനെ ഒരു കാരണവശാലും സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട. അല്ലാതെ പലസ്തീന് വേണ്ടിയിട്ടല്ല ഈ ഹമാസുകാർ പോരാടുന്നത്. അവിടെ അവരുടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞ അജണ്ട എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ വരണം. ഇതാണ് അവരുടെ ലക്ഷ്യം. ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന മുന്നിൽ കണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ കർശനമായ നിലപാടെടുക്കുന്നു. ഓരോ രാജ്യത്തു നിന്നും എത്രയും പെട്ടെന്ന് അനധികൃത
അനധികൃതമായി അവിടെ എത്തിയ ആളുകളെ പുറന്തള്ളുന്നു. 10 മുതൽ 15 ലക്ഷം ആളുകൾ ഏത് രാജ്യത്തേക്ക് പോകുമെന്ന് നമുക്കറിയില്ല. ഉം. ഇസ്ലാമിക രാജ്യങ്ങൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, വിശാലമായ സ്ഥലമുള്ള ഈജിപ്റ്റ് പോലെയുള്ള രാജ്യങ്ങൾ ഇവരെ സ്വീകരിക്കില്ല. അപ്പോൾ മുസ്ലിം സമുദായത്തെ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾക്ക് പോലും വേണ്ട. പിന്നെ എന്തിനാണ് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവരെ സ്വീകരിക്കുന്നത്? അതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് ഡീപ്പോർട്ട് ചെയ്യും. വലിയ സംഭവവികാസങ്ങൾക്കാണ് ട്രംപ് തുടക്കം കുറിച്ചത്. തീർച്ചയായിട്ടും.